ഹലോ, അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ദാവൂദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇരുന്ന് നടത്തുന്ന ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവമേ, ഇവൻ അടുത്തിടിക്കുന്ന ടെൻഡർ ക്ഷണിക്കാനാ? അല്ല വസീഫെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അല്ല വസീഫെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. വസീഫെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. വസീഫെ, ഒറ്റ കാര്യം. ഈ ചർച്ച നിങ്ങൾ വേറെ ഒരു ചാനലിലാ പോയി നടത്തുന്നെങ്കിൽ എന്ത് ന്യായം പറയും വസീഫെ? എന്ത് ന്യായം പറയും? നിങ്ങൾ അല്പം മനോരമ ന്യൂസിലാണെന്ന് വിചാരിക്കുക. അവിടെ പോയി നിങ്ങൾ ആരെ പറയും? ചർച്ചയിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് നിഷാദേ. ഇവിടെ വന്ന് നിഷാദ് എന്റെ ചോദ്യം CM നയിക്കുന്നത് ഒരു ഏജൻസിയാണ് എന്ന വിവരം ഒരു വളരെ ഓതന്റിക് ആയിട്ടുള്ള പത്രം ദേശീയ ദിനപത്രം പറഞ്ഞിട്ട് ആ പത്രത്തോട് ഒരു വാക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾക്കും ഈ ഇസ്ലാമിക്കുമൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മതനിരപേക്ഷതയുമായി നിൽക്കുന്ന ചോദിക്കുന്നുണ്ടോ ഈ ചോദ്യം പറയാമെന്നാണോ? മാധ്യമത്തിന്റെ ഈ ഹിന്ദു ദിനപത്രത്തെ പറയാൻ വസീഫിന് കണ്ടാൽ ഈ കേരളത്തിലെ ഒരു മതനിരപേക്ഷ വിശ്വാസി എന്നുള്ള നിലക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെതിരെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളുന്നു. ഈ മാധ്യമമാണ്, മാധ്യമത്തെ കുറിച്ചും മീഡിയയെ കുറിച്ചും താങ്കൾക്ക് പരാതിയുണ്ട്. മാധ്യമത്തെ കുറിച്ചും മീഡിയയെ കുറിച്ചും താങ്കൾക്ക് പരാതിയുണ്ട്. താങ്കൾക്ക് ഹിന്ദുവിനെ കുറിച്ചുണ്ടോ? മുന്നണിയിൽപ്പെട്ട അറിയോ? MK മുനീർ നടത്തിയ പ്രസംഗം ഹിന്ദുവിനെ കുറിച്ച് പരാതിയുണ്ടോ? സംസ്ഥാന പ്രസിഡന്റിന് ഈ സർക്കാരിനെ കുറിച്ച് ഹിന്ദു ദിനപത്രം നുണ പ്രചരിപ്പിക്കുന്നു എന്ന് പറയാൻ ധൈര്യമില്ല. മറ്റു മാധ്യമമൊക്കെ പോകട്ടെ, നിങ്ങൾ ഈ RSSനെ കുറിച്ച് പറയുമ്പോ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നിഷാദേ. നിങ്ങൾ ചോദിക്കുന്ന CM ഓഫീസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരവില്ല. എന്റെ കയ്യിൽ ഉത്തരവില്ല എന്ന് സമ്മതിക്കണം. വസീഫ, നമ്മളൊരു ചർച്ച നടത്തുന്ന ആ ചർച്ചയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ട്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കാം. നിങ്ങൾക്കൊരു വാർത്താ സമ്മേളനം വിളിക്കാം. ഇത് ഈ പോയിന്റ് പറയാൻ താങ്കൾക്ക് സമയം തരാം. പക്ഷെ ഇത് പറയണം. ആഗ്രഹിക്കുന്ന ഉത്തരം എന്റെ കയ്യിൽ ഉണ്ടാവില്ല. വേണ്ട, പക്ഷെ ചോദ്യം ഇതാണ്. താങ്കൾക്ക് മീഡിയയെ കുറിച്ച് പ്രശ്നമുണ്ട്. മീഡിയയെ കുറിച്ച് പ്രശ്നമുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിനെയും കൂട്ടുപിടിച്ച ഇങ്ങ് മലബാർ പ്രദേശത്ത്, ഈ വടക്കൻ കേരളം പ്രദേശത്ത് UDFനെയും കൂട്ടുപിടിച്ചുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ധ്രുവീകരണ ശ്രമമുണ്ട്. അതിനൊക്കെ ഇതിന്റെ പിന്നിൽ പങ്കുണ്ട്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? നിങ്ങൾ ഈ വല്ലാത്ത സംശയം ജനിപ്പിച്ച് വല്ലാത്ത ഒരു ആശങ്ക സൃഷ്ടിച്ച് പോകുന്ന കാഴ്ചയുള്ളത്. എന്റെ കയ്യിൽ മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടച്ചുവിടുന്ന കണക്കാ. ആ കണക്കെന്താ? ആ കണക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അത് ബോധപൂർവമായി എടുത്ത കേസാണ് എന്ന് പറഞ്ഞുള്ള കണക്കാ. അതുകൂടി നിഷാദ് ഒന്ന് കേൾക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അത് പരിശോധിച്ചു, അതിന്റെ ഒരു കണക്കെടുത്തു. സത്യത്തിൽ അങ്ങനെയല്ല. 6,58,595 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറത്തല്ല. ഔദ്യോഗികമായ കണക്ക് ഞാൻ എടുത്തു ഇന്ന്. അതിനകത്ത് നോക്കുമ്പോ മലപ്പുറത്ത് 2022 സുമോട്ടോ കേസുകൾ 20,900 ഉള്ളത്. എന്നാൽ കോട്ടയത്ത് 48,902 കേസുകളുണ്ട്. പക്ഷെ ഇവിടെ പ്രചരിപ്പിക്കുന്നതും നിങ്ങളൊക്കെ കൊടുക്കുന്ന നരേഷൻ വെച്ച് അല്ലെങ്കിൽ ചെറിയ ക്ലിപ്പുകൾ വെച്ച് ഈ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നതും ഈ മലപ്പുറത്ത് എന്തോ പ്രത്യേക അജണ്ടയോടുകൂടി പോലീസ് ഇടപെടുന്നു എന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മീഡിയ വണ്ണിനെ കുറിച്ച് പ്രശ്നമുണ്ട്. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു, കാരണവും പറഞ്ഞു. മാധ്യമം ദിനപത്രത്തെ കുറിച്ചും നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ശരി, അത് ഞാൻ എടുത്തു. നിങ്ങൾക്ക് ഹിന്ദു ദിനപത്രത്തെ കുറിച്ച് പ്രശ്നമുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംഘബന്ധമുള്ള ഒരു PR ഏജൻസിയാണ് ഭരിക്കുന്നത് എന്ന വാർത്ത കൊടുത്തത് ഹിന്ദുവിനെതിരെ എന്താണ് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റ്? എന്താണ് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റ്? എന്താണ് അപ്പറ ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കട്ടെ. നിഷാദെ, ഞങ്ങൾ അതാണ് പറഞ്ഞത്. ഈ ഹിന്ദുവിനെ കുറിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നല്ല വിശ്വാസമുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിലൊക്കെ അല്പം താല്പര്യം കാണിക്കുന്ന ഒരു പത്രമായിട്ട് തന്നെയാണ് നമ്മൾ ഈ സംഘപരിവാരത്തിനെതിരെയൊക്കെയുള്ള അത്യാവശ്യം വാർത്തകൾ കൊടുക്കുന്ന ഒരു പത്രമായിട്ടാണ്, വിശ്വാസ്യതയുള്ള പത്രമായിട്ടാണ് ഹിന്ദുവിനെ കണ്ടുവന്നിരുന്നത്. ഹിന്ദുവിന് ഇതെന്താ പറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും
ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. അതിനോടൊപ്പം അവർ പറഞ്ഞ ഏജൻസിയെ കുറിച്ചുള്ള വിശദീകരണവും അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഉണ്ടാകും. അതിന്റെ അപ്പുറത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഏജൻസി ഞങ്ങളുടെ ഒരു ഏജൻസിയും ഇല്ല എന്ന നിലപാട് പറയാൻ 2-3 ദിവസം എടുക്കാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എല്ലാ ഏജൻസി ഹിന്ദുവിനുണ്ടോന്ന് അറിയില്ല. നിഷാദെ, ഹിന്ദുവിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഏജൻസി ഉണ്ടോ? അവരൊരു ഏജൻസിയെ വെച്ചിട്ടാണോ ഇത് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ ആരുമായി താല്പര്യമുണ്ടോ എന്ന് ഞങ്ങളെ അറിയിച്ചത് അവരുടെ കൂടെ മുഖ്യമന്ത്രി ഞാൻ ചോദിക്കുന്നത് ഈ ഹിന്ദുവിനെതിരെ ഒരു നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ സർക്കാർ? എനിക്ക് പറയാമോ? സർക്കാർ ഹിന്ദുവിനെതിരെ നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ? താങ്കൾ ഈ പറഞ്ഞല്ലോ ഹിന്ദുവിന് എന്താണ് പറ്റിയത് എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം. എന്തൊരു ഉദാര സമീപനം, എന്തോ ഒരു തരത്തിലുള്ള അനുനയം. നേരത്തെ 2 മാധ്യമങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ വർഗീയ വിഷം കലക്കുന്ന, ഭിന്നിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ സർക്കാരിനെ കുറിച്ച് ഇത്ര ഗുരുതര സ്വഭാവമുള്ള നിങ്ങളുടെ ഭാഷയിലെ വ്യാജം പറഞ്ഞിട്ട് ഹിന്ദുവിന് ഇതെന്തു പറ്റി എന്ന സങ്കടമേ ഡിവൈഎഫ്ഐക്കുള്ളോ? ഹിന്ദുവിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം എന്താ ഇല്ലാത്തത്? എന്താ ഒരു പന്തം കൊളുത്തി പ്രകടനം ഇല്ലാത്തത്? ഹിന്ദുവിനെതിരെ വക്കീൽ നോട്ടീസ് ഇല്ലാത്തതാണ്. ഡിവൈഎഫ്ഐയുടെ പേജിലില്ലല്ലോ ഒരു കുറിപ്പ് ഹിന്ദുവിന്റെ നശീകരണ മാധ്യമത്തെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച്. നിങ്ങൾക്ക് സംശയമാണോ വസീഫെ CM-നെ നയിക്കുന്നത് ഒരു ഏജൻസിയാണോ? ആ ഏജൻസിക്കെതിരെ സംസാരിച്ചിട്ട് പിന്നെ വള്ളി പിടിക്കുമെന്ന പേടിയാണ്. അല്ല, അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം പറയാനാണോ അല്ലെ എനിക്ക് പറയാൻ പറ്റൂ? ഇനി ഞാൻ താങ്കളുടെ പ്രസംഗത്തിന് സമയം തന്നല്ലോ. ഇവിടെയും സമയം തന്നില്ല. ഫുൾ ടൈം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ബഹളം വെച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. 1 മിനിറ്റ് പോലും ഒന്ന് എടുത്ത് പിന്നോട്ടേക്ക് നോക്ക്. 1 സെക്കൻഡ് പോലും ഞാൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല. ശരി, ഹിന്ദുവിനെ കുറിച്ച് പറയും. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒച്ച വെച്ചുകൊണ്ടേ ഇരുന്നു. ഹിന്ദുവിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമായിട്ടുള്ള മീഡിയ വണ്ണിനെയും മാധ്യമത്തെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ടെന്ന്. അത് ഞങ്ങൾക്ക് ആദ്യത്തെ പരാതിയല്ല. തുടർച്ചയായി നിങ്ങൾ ഇങ്ങനെ വർഗീയ ധ്രുവീകരണത്തിന് ആ ഒരു ചുവയുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാ നിങ്ങൾ ഞങ്ങളുടെ ഡിവൈഎഫ്ഐക്കാര് ഇവിടെ ഈ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പാട്ട് പാടിയപ്പോ ആ പാട്ട് പാടിയ സഖാക്കളുടെ തുണി, ചുവപ്പ് തുണിയെ കാവിയാക്കി ആ ഗീതത്തെ ഗണഗീതമാക്കി വലിയ രീതിയിൽ ക്ലിപ്പുകൾ ഇറക്കി. അതങ്ങ് ഇറക്കി വിടുക. പിന്നെ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ പോസ്റ്റിനടിയിൽ ആ ക്ലിപ്പ് വരിക, മീഡിയ വണ്ണിന്റെ ക്ലിപ്പ്. മീഡിയ വണ്ണിന് ഒരു 10-15 ക്ലിപ്പുകളുണ്ട്. ഇതുപോലെ ഒരു മുന വെച്ചുകൊണ്ട് CPM-നെ RSS-നോട് ചേർത്ത് വെക്കാൻ വെമ്പൽ കാണിക്കുന്ന ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾ ബോധപൂർവ്വം രീതിയാണോ? സംസ്ഥാന സെക്രട്ടറി RSS-കാരെ ഇറക്കി വിടൂ മുഖ്യമന്ത്രി, RSS-കാരനായ ADGP ഇറക്കി വിടൂ മുഖ്യമന്ത്രി എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് മുഴുവൻ മീഡിയ ഉണ്ടാക്കുന്നതാണ്. അല്ല, ഈ സർക്കാരിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ മീഡിയ മാത്രമേ ഉള്ളൂ. മീഡിയ മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് തലക്കെന്താ തകരാറാണ് പോലെ നിങ്ങൾ മാത്രമേ മികച്ച ആള്. ഞാൻ അങ്ങനെ നിങ്ങൾ പറയുമ്പോ ഇങ്ങനെ കേട്ടില്ല. അതൊന്നും മീഡിയ മാത്രമേ ഉള്ളൂ. താങ്കൾ തുടക്കം മുതലേ സംസാരിക്കാൻ ശ്രമിക്കുന്നത് മീഡിയ കുഴപ്പമുണ്ടാക്കുന്ന മട്ടിലാണ്. മീഡിയ മാത്രമേ ഈ പ്രശ്നം ഉന്നയിക്കുന്നുള്ളൂ. എന്നെ പറയാൻ അനുവദിക്കണം. അല്ല, മീഡിയ വണ്ണിൽ വന്നിരിക്കും, മീഡിയ വണ്ണിന്റെ പ്രശ്നം ഉന്നയിക്കും. അല്ല, വേറെ മാതൃഭൂമിയിൽ പോകുമ്പോ മാതൃഭൂമിയുടെ പ്രശ്നം പറയും. എന്താ പറയാൻ പറ്റില്ലേ? അല്ല, പറഞ്ഞോ. പക്ഷേ ബിനോയ് വിശ്വം ഉന്നയിക്കുന്ന പ്രശ്നം കൂടെ പറയണം. ഒന്നും ഇങ്ങനത്തെ വിമർശനം ഒന്നും പറ്റാത്ത ആളുകളാ. അയ്യോ, ഉന്നയിച്ചോ, നിങ്ങൾ ഉന്നയിച്ചോ. പക്ഷെ ബിനോയ് വിശ്വം ഉന്നയിക്കുന്ന വിമർശനം കൂടെ പറയണം. ബിനോയ് വിശ്വത്തിന് എന്താ വർഗീയ താല്പര്യം? ബിനോയ് വിശ്വത്തിന് എന്താ വർഗീയ താല്പര്യം എന്ന് പറയണം. RSS-കാരനായ ADGP-യെ ഇറക്കി വിടണമെന്ന് ശഠിക്കുന്ന ബിനോയ് വിശ്വത്തിന്റെ താല്പര്യം എന്താണ്? വർഗീയ താല്പര്യമാണോ? അതെ, പോകാം നമുക്ക്.